ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് റിയാക്ട് ജെയ്സിൽ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ട് ജെയ്സിൽ രണ്ട് ടൈപ്പ് കോമ്പോണൻസ് ആണ് ഉള്ളതെന്നല്ലേ. ഏതൊക്കെയാ? ഫങ്ഷണൽ കോമ്പോണന്റും ക്ലാസ് കോമ്പോണന്റും. ഇന്ന് ഈ ക്ലാസ് കോമ്പോണന്റിന് തന്നെ വേറൊരെണ്ണം, അതായത് പ്യുവർ കോമ്പോണന്റ് എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെഗുലർ ക്ലാസ് കോമ്പോണൻസ് സാധാരണ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. റെൻഡർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് JXS സിൻടാക്സ് യൂസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാം. ഇന്ന് എന്താണ് പ്യുവർ കോമ്പോണൻസ്, എന്താണ് ഇത് റെഗുലർ കോമ്പോണൻസുമായിട്ടുള്ള ക്ലാസ് കോമ്പോണൻസുമായിട്ടുള്ള ഡിഫറൻസ്, ഇതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. ഈ പ്യുവർ കോമ്പോണൻസ് റെഗുലർ കോമ്പോണൻസുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് റെൻഡറിങ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ സ്റ്റേറ്റ്സിലോ പ്രോപ്പർട്ടീസിലോ ഒക്കെ ചേഞ്ച് വരുന്ന സമയത്ത് ഡോം അപ്ഡേഷനും റെൻഡറിങ്ങിലുമാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ ഒരു പാരന്റ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെഗുലർ ക്ലാസ് കോമ്പോണന്റ് ആണ്. നമ്മുടെ കോമ്പോണന്റ് ക്ലാസ്സിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് റെൻഡർ മെത്തേഡിൽ ഒരു ഹെഡ് ടാഗും അതുപോലെ തന്നെ രണ്ട് ചൈൽഡ് കോമ്പോണൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റെഗുലർ കോമ്പോണന്റും ഒരു പ്യുവർ കോമ്പോണന്റ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞ രണ്ട് ചൈൽഡ് കോമ്പോണന്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ കൺസ്ട്രക്ടറിൽ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഈ കോമ്പോണന്റ് ഡിഡ് മൗണ്ട് മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ലാസ്റ്റ് വീഡിയോയിൽ ഡിഫറെന്റ് 4 ഫേസസ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. മൗണ്ടിങ് ഫേസ്, അപ്ഡേറ്റിംഗ് ഫേസ്. അപ്പൊ ഈ ഫേസിൽ മൗണ്ടിങ് ഫേസിൽ വരുന്ന മെത്തേഡ് അല്ലേ കോമ്പോണന്റ് ഡിഡ് മൗണ്ട് എന്ന് പറയുന്നത്. എന്തായിരുന്നു? കംപ്ലീറ്റ് ആയിട്ട് റെൻഡറിങ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. ഇവിടെ ആയിരിക്കും നമുക്ക് HTTP റിക്വസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡോം ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഞാനൊരു സെറ്റ് ഇന്റർവെൽ മെത്തേഡിനെ യൂസ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഇന്റർവെൽ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ആദ്യം ആരോ ഫംഗ്ഷനും പിന്നെ എത്ര റെഗുലർ ഇന്റർവെൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇതിനെ കോഡ് ചെയ്യേണ്ടത് എന്നുള്ള ടൈം ഇന്റർവെലും ആണല്ലേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ഹെഡിങ് ടാഗും പിന്നെ ഒരു രണ്ട് ചൈൽഡ് കോമ്പോണൻസും പിന്നെ ഒരു കൺസ്ട്രക്ടറിൽ ഒരു പ്രോപ്പർട്ടിയും ഡിഡ് മൗണ്ടിന്റെ അകത്ത് ഒരു ടൈം ഇന്റർവെലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഈ പാരന്റ് കോമ്പോണന്റിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു റെഗുലർ ചൈൽഡ് കോമ്പോണന്റ് അല്ലെ. റെഗുലർ ചൈൽഡ് കോമ്പോണന്റിലേക്ക് വരുമ്പോൾ ഒരു കൺസോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലർ കോമ്പോണന്റിന്റെ അകത്ത് പ്രോപ്പർട്ടീസിനുള്ളിൽ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇവിടെ പാരന്റ് കോമ്പോണന്റിന് ഒരു ടൈറ്റിൽ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റീഡ് ചെയ്യുന്നുണ്ട്, ടൈറ്റിലിനെ റീഡ് ചെയ്യുന്നുണ്ട്. ഇത് നോർമൽ കോമ്പോണന്റ് ആണ്, ക്ലാസ് കോമ്പോണന്റ് ആണ്, കോമ്പോണന്റിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് പ്യുവർ കോമ്പോണന്റ് എന്ന് പറയുന്നത്. ഇത് പ്യുവർ കോമ്പോണന്റ് ക്ലാസ്സിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പ്യുവർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ ടൈറ്റിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ ഇപ്പൊ ഇത് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല അല്ലെ. സിൻടാക്സ് വൈസ് ആകെ ഒരു ഡിഫറൻസ് എന്താ ഉള്ളത്? പ്യുവർ കോമ്പോണന്റിനെ കോമ്പോണന്റ് ക്ലാസ്സിന് പകരം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസിലാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് വരുന്നത്. ഞാൻ പറഞ്ഞു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ അപ്ഡേഷനിലും റെൻഡറിങ്ങിലുമാണ് ഡിഫറൻസ് വരുന്നതെന്നല്ലേ. ഞാൻ പ്യുവർ കോമ്പോണന്റിന് ഒരു പ്യുവർ കോമ്പോണന്റ് കൺസോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഗുലർ കോമ്പോണന്റിന് റെഗുലർ എന്ന് പറഞ്ഞൊരു കൺസോളും പിന്നെ ഒരു ഹെഡിങ് ടാഗും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് ബ്രൗസറിൽ പോയി ചെക്ക് ചെയ്താലോ. ബ്രൗസറിൽ പോയിട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പ്രാവശ്യം പ്യുവർ കോമ്പോണന്റിന്റെ റെൻഡറിനെ കോൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഓരോ ടൈം ഇന്റർവെല് കഴിയുമ്പോഴും പാരന്റ് കോമ്പോണന്റ് സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ആവുന്നുണ്ടല്ലേ. പാരന്റ് കോമ്പോണന്റ് നമ്മൾ കോമ്പോണന്റ് ഡിഡ് മൗണ്ടിൽ സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് ട്രിഗർ ചെയ്തിട്ട് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെയിം പ്രോപ്പർട്ടി വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹലോ വേൾഡ് തന്നെയാണ് ഇവിടെ നമ്മൾ അഗെയിൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ പ്രോപ്പർട്ടീന്റെ വാല്യൂ നോക്കുവാണെങ്കിൽ ചേഞ്ചസ് ഒന്നുമില്ല. അപ്ഡേറ്റ് സെറ്റ് ഈവൻ സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പം ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്യുവർ കോമ്പോണന്റിന് ഒരു പ്രാവശ്യം നമ്മൾ റെൻഡർ ചെയ്തു പിന്നെ റെൻഡർ ചെയ്യുന്നേ ഇല്ല. പക്ഷെ ഓരോ ടൈം ഇന്റർവെല്ലിലും റെഗുലർ കോമ്പോണൻസിനെ റീറെൻഡർ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പാരന്റ് കോമ്പോണന്റ് എന്തെങ്കിലും അതിന്റെ റീറെൻഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാരന്റ് കോമ്പോണന്റിന്റെ പ്രോപ്പർട്ടീസിലോ
സ്റ്റേറ്റിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അത് റീറെൻഡ് ചെയ്യും. റീറെൻഡർ ചെയ്യുമ്പം അതിന്റെ റെഗുലർ കോമ്പോണൻസുകളെല്ലാം റീറെൻഡറിങ് നടക്കും. ഈവൻ അതിന്റെ പ്രോപ്പർട്ടീസ് ചെയ്യലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ലെങ്കിൽ പോലും റീറെൻഡറിങ് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ പ്യുവർ കോമ്പോണന്റ് ഒരു ഷാലോ കമ്പാരിസൺ നടത്തും. എന്തിന്റെ മേലെ? ഈ ക്ലാസിന്റെ പ്രോപ്പർട്ടീസിന്റെയും സ്റ്റേറ്റിന്റെയും മേലെ പാരന്റുമായിട്ടൊരു ഷാലോ കമ്പാരിസൺ നടത്തി അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് റീറെൻഡറിങ് ചെയ്യൂ. അല്ലാത്ത പക്ഷം അത് റീറെൻഡറിങ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ ഓരോ സെറ്റ് ഇന്റർവെല്ലിലും പാരന്റ് കോമ്പോണന്റുമായിട്ടുള്ള ഷാലോ കമ്പാരിസൺ ആണ് പ്യുവർ കോമ്പോണന്റും റെഗുലർ കോമ്പോണന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഓഫ് കോഴ്സ് പെർഫോമൻസിന്റെ കേസിൽ നമ്മൾ പ്യുവർ കോമ്പോണന്റിനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അൺനെസസറി ആയിട്ടുള്ള റെൻഡറിങ് പ്യുവർ കോമ്പോണന്റ് അവോയ്ഡ് ചെയ്യും ഈ ഷാലോ കമ്പാരിസൺ ഉള്ളത് കൊണ്ട് തന്നെ. ഇനി എന്താണ് ഈ ഷാലോ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എടുക്കുകയാണ്, എയും ബിയും ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ടു ബി ആണെങ്കിൽ അത് ആ ഒരു കമ്പാരിസൺ അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒബ്ജക്റ്റിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എയും ബിയും രണ്ട് ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആണ്. അഗൈൻ സി ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അതായത് രണ്ട് പ്രോപ്പർട്ടീസ് സെയിം ഒബ്ജക്റ്റിലേക്കാണ് റെഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓൾവേസ് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാൾസ്. അങ്ങനെ ഡാറ്റ ടൈപ്പ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ ഷാലോ കമ്പാരിസൺ. ഡാറ്റ ടൈപ്പും അതിന്റെ വാല്യൂസും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ പ്യുവർ കോമ്പോണന്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റി സൈറ്റിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസ് നമുക്ക് മാറ്റർ അല്ല എന്നുണ്ടെങ്കിൽ റെഗുലർ കോമ്പോണൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്